ഞാൻ കണ്ടു പകൽ റോഡിലിറക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്തു വെച്ചു, ഞാൻ ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനും ബാക്കിയുള്ള അതോറിറ്റിക്കും പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പരാതി ഒന്ന് എഴുതണം. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെയുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ അലംഭാവം കൊണ്ട് ഇവിടെ ഷോറൂമുകളിലേക്ക് വരുന്ന വാഹനങ്ങൾ റോഡിലിറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാനൊരു പരാതി പറഞ്ഞിരുന്നു. അപ്പോൾ ആ പരാതിയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ പോലീസോ ആരും തന്നെ ഒരുവിധ നടപടികളും സ്വീകരിച്ചില്ല. അത് എന്നെ കളിയാക്കുന്നതിലുപരി കേരളത്തിലൂടെ വാഹനം ഓടിക്കുന്ന ഓരോരുത്തരെയും കളിയാക്കുന്ന പ്രവൃത്തി തന്നെയായി മാറി. അപ്പോൾ ഇന്നും ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ കണ്ടു പകൽ റോഡിലിറക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്തു വെച്ചു, ഞാൻ ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനും ബാക്കിയുള്ള അതോറിറ്റിക്കും പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പരാതി ഒന്ന് എഴുതണം. കൈകൊണ്ട് എഴുതുന്ന കാലമൊക്കെ പോയി. അപ്പോൾ നമ്മൾ പുതിയൊരു പരാതി എഴുതാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ മതിയായ പാർക്കിംഗ് ഏരിയയോ വാഹനം അൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യമോ ഇല്ലാതെ ഷോറൂമുകൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നത് മൂലം റോഡിൽ വാഹനങ്ങൾ ഇറക്കി പൊതുജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്നു. സുപ്രീം കോടതിയുടെയും കേരള ഹൈക്കോടതിയുടെയും ഡിസിഷനുകൾ ഉൾപ്പെടെ പരാതി തയ്യാറാക്കി നൽകുക. വിഷയം: പരാതി. ഷോറൂമുകൾക്ക് പാർക്കിംഗ് അൺലോഡിംഗ് സൗകര്യമില്ലാതെ അനുമതി നൽകുന്നത് മൂലം റോഡിലെ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഭീഷണി സംബന്ധിച്ച് പരാതിക്കാരൻ ബോസ്കോ ലൂയിസ് അലിയാസ് ബോസ്കോ കളമശ്ശേരി. എതിർകക്ഷികൾ മോട്ടോർ വാഹന വകുപ്പ്, കേരള സർക്കാർ, ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി, ബന്ധപ്പെട്ട വാഹന ഷോറൂമുകൾ. പരാതി: കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരും നിയമപരമായ യാതൊരു മാനദണ്ഡങ്ങളും കൃത്യമായി പരിശോധിക്കാതെയും മതിയായ പാർക്കിംഗ് ഏരിയ ഇല്ലാതെയും വാഹനങ്ങൾ സുരക്ഷിതമായി അൺലോഡ് ചെയ്യാനുള്ള സൗകര്യമില്ലാതെയും വാഹന ഷോറൂമുകൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നതായി കാണുന്നു. ഇതിൻ്റെ നേരിട്ടുള്ള ഫലമായി പുതിയ വാഹനങ്ങൾ പൊതുവഴിയിൽ അൺലോഡ് ചെയ്യുകയും പാർക്ക് ചെയ്യുകയും ചെയ്യുന്നു. റോഡിലെ ഗതാഗത തടസ്സത്തിനും കാൽനട യാത്രക്കാർക്കും ജീവൻ പോകുന്ന അപകട സാധ്യത സൃഷ്ടിക്കുകയും പൊതുസുരക്ഷയെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ താഴെ പറയുന്ന നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമാണ്. മോട്ടോർ വാഹന നിയമം 1988 പൊതുവഴി തടസ്സപ്പെടുത്തുന്നത് കുറ്റകരമാണ്. കേരള മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് രാജ് ആക്ട് ബിൽഡിംഗ് പെർമിറ്റും ലൈസൻസും നൽകുമ്പോൾ പാർക്കിംഗ് സൗകര്യം നിർബന്ധമാണ്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ വാഹനങ്ങളുടെ സുരക്ഷിതമായ കൈകാര്യം നിർബന്ധമാക്കുന്നു. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നിർണായക വിധികൾ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഗ്രേറ്റർ മുംബൈ വാസസ് അൻകിറ്റ സിൻഹ, പരിസ്ഥിതി പൊതുസുരക്ഷാ കേസുകൾ. പൊതുവഴികൾ കയ്യേറുന്നതും തടസ്സപ്പെടുത്തുന്നതിനും ആർട്ടിക്കിൾ 21 ജീവിതാവകാശം ലംഘനമാണെന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള ഹൈക്കോടതി നിരവധി വിധികളും വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുവഴികൾ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് അനുവദിക്കാനാവില്ല. പൊതുസുരക്ഷയും ഗതാഗത സൗകര്യവും സംസ്ഥാനത്തിൻ്റെ ബാധ്യതയാണ്. പാർക്കിംഗ് സൗകര്യമില്ലാതെ വാണിജ്യ ആവശ്യങ്ങൾക്ക് അനുമതി നൽകുന്നത്
അനിയമയവും അഴിമതിയും ഉത്തരവാദിത്ത ലംഘനവും ആണെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തക്കേട്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരും സ്ഥലപരിശോധന നടത്താതെയും നിയമപരമായ നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താതെയും അനുമതി നൽകുന്നത് അധികാര ദുർവിനിയോഗവും ഭരണഘടനാപരമായ കടമയിലെ വീഴ്ചയുമാകുന്നു. ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ. അതിനാൽ മാന്യ അധികാരികളോട് വിനീതമായി അപേക്ഷിക്കുന്നത്: പാർക്കിംഗ് അൺലോഡിംഗ് സൗകര്യമില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ വാഹന ഷോറൂമുകളുടെയും അനുമതികൾ പുനഃപരിശോധിക്കണം. പൊതുവഴിയിൽ വാഹനങ്ങൾ അൺലോഡ് ചെയ്യുന്നത് ഉടൻ നിരോധിക്കണം. നിയമലംഘനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശാസനപരവും നിയമപരവുമായ നടപടി സ്വീകരിക്കണം. ഭാവിയിൽ ഇത്തരം അനുമതികൾ നൽകുന്നതിന് കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണം. പൊതുജനങ്ങളുടെ ജീവിതാവകാശവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കണം. ഇത് വെറും ഭരണപരമായ വീഴ്ചയല്ല, പൊതുജനങ്ങളുടെ ജീവനും സുരക്ഷയും അപകടത്തിലാക്കുന്ന ഗുരുതരമായ വിഷയമാണ്. അതിനാൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. ഹൈക്കോടതിയുടെ റിട്ട് പെറ്റീഷൻ വേണമെന്നാണ് ചോദിച്ചത്. മേക്ക് പെറ്റീഷൻ ടു ഹൈക്കോർട്ട് ഓഫ് കേരള. ഹൈക്കോടതിയിലേക്കും പെറ്റീഷൻ. 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. ഈ എഴുത്തും കുത്തൊക്കെ ഇട്ട് എന്തിനാ ഇരിക്കണമെന്നേ. കേരള സർക്കാരിനെ 1-ാം പ്രതിയാക്കിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറെ 2-ാം പ്രതിയാക്കിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയെ 3-ാം പ്രതിയാക്കിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരെ 4-ാം പ്രതിയാക്കിയും അനുമതി ലഭിച്ച വാഹന ഷോറൂമുകളെ 5-ാം പ്രതിയാക്കിയും ആർട്ടിക്കിൾ 226 പ്രകാരമുള്ള റിട്ട് പെറ്റീഷൻ. പെറ്റീഷണർ ഒരു പൊതുപ്രവർത്തകനും പൗരനുമാണ്. ജനങ്ങളുടെ ജീവിതാവകാശവും റോഡ് സുരക്ഷയും സംരക്ഷിക്കുന്നതിനായി ഈ പൊതു താൽപ്പര്യ ഹർജി സമർപ്പിക്കുന്നു. കേസിൻ്റെ വസ്തുതകൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ. സുപ്രീം കോടതിയുടെ ഡിസിഷനുണ്ട്, കേരള ഹൈക്കോടതിയുടെ ഡിസിഷനുണ്ട്, മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിന് അനാസ്ഥയുണ്ട്, ആർട്ടിക്കിൾ 26 പ്രകാരം പൂർണ്ണമായി നിലനിൽക്കുന്നതാണ് എന്നീ കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് എനിക്കൊരു റിട്ട് പെറ്റീഷൻ അടിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ എൻ്റെ പരാതി കിട്ടിയതിന് ശേഷം വാർത്തയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ പോലും പറ്റാത്ത മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക കൊതി കൊണ്ടാണ് കാരണമെങ്കിൽ എത്ര മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ ജോലി തെറിച്ച് വീട്ടിലിരിക്കുമെന്നും എത്ര ഷോറൂമുകൾ പൂട്ടും എന്നും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.